യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 24-ാമത് വാക്യത്തിനുള്ളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്നത് എന്താണ്? സർവശക്തിയുള്ള ദൈവം ആഴമായി നമ്മെ വിളിക്കുകയും ദൈവത്തിൻ്റെ വിളിയുടെ ശബ്ദം നാം കേൾക്കാത്തവരായി മുൻപോട്ട് പോവുകയും ചെയ്യുന്നത് എന്താണ് എന്നുള്ള ഒരു ചോദ്യമായി ഈ വാക്യം നിൽക്കുകയാണ്. വാസ്തവത്തിൽ ദൈവം നമ്മെ പല സാഹചര്യങ്ങളിൽ വിളിക്കുവാനും നമ്മെ തിരുത്തുവാനും നമ്മെ മടക്കി വരുത്തുവാനും നമ്മെ അനുഗ്രഹിപ്പാനും ആഗ്രഹിക്കുന്നു എങ്കിലും ആ ദൈവശബ്ദം കേൾക്കുവാൻ കഴിയാത്തവരായി നാം പോകൊണ്ട് നാം വലിയ പതനങ്ങളിൽ ചെന്നവസാനിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈ വചനത്തിലൂടെ നൽകപ്പെടുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ 2 വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്ന് ധനവാനായ മനുഷ്യനാണ്, മറ്റൊരാൾ ദരിദ്രനായ ലാസർ എന്ന് പറയുന്ന മനുഷ്യനാണ്. ലാസർ ധനവാൻ്റെ വീട്ടിൽ ഏറിയ നാളുകളായിട്ടുണ്ട്. ധനവാനുമായി ലാസറിന് അടുത്ത സൗഹൃദമുണ്ട്. പക്ഷേ ലാസർ പലപ്പോഴും പറഞ്ഞ വാക്കുകൾ ദൈവത്തിൻ്റെ ശബ്ദമായിട്ടാണ് ധനവാനോട് സംസാരിച്ചു കൊണ്ടിരുന്നതെങ്കിലും ലാസറിൻ്റെ വാക്കുകൾ ദൈവശബ്ദമാണെന്ന് തിരിച്ചറിയുവാൻ ധനവാന് സാധിക്കാതെ പോയി എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ധനവാൻ മരിച്ച് യാതനാ സ്ഥലത്തേക്കും ലാസർ മരിച്ച് അബ്രഹാമിൻ്റെ മടിയിലേക്കും കടന്നുപോയി. അബ്രഹാം നോക്കിയപ്പോൾ ലാസർ അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്നത് കണ്ടിട്ട് അവനെ എൻ്റെ അരികിലേക്കോ എൻ്റെ സഹോദരന്മാരുടെ അരികിലേക്കോ അയക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ധനവാൻ്റെ വാക്കുകൾക്കകത്ത് ഒരു കാര്യം കൃത്യമാണ്. ലാസർ എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ ലാസർ എന്നോട് മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച്, നിത്യതയെക്കുറിച്ചൊക്കെ എന്നോട് സംസാരിച്ചെങ്കിലും അത് ദൈവത്തിൻ്റെ ശബ്ദമാണെന്നും മാനസാന്തരത്തിലൂടെ മാത്രമേ ഒരു മനുഷ്യൻ്റെ ആത്മാവിന് നിത്യതയിലെത്തുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള ശബ്ദം ദൈവശബ്ദമായിട്ട് എനിക്ക് ഗ്രഹിപ്പാൻ, തിരിച്ചറിയുവാൻ, മനസ്സിലാക്കുവാൻ, അംഗീകരിക്കുവാൻ എനിക്ക് കഴിയാതെ പോയതാണ് എൻ്റെ ജീവിതത്തിലെ ഈ ഏറ്റവും വലിയ പതനത്തിന്, ഈ യാതനാസ്ഥലത്ത് ഞാൻ വന്നെത്തുവാൻ കാരണമായി തീർന്നത് എന്നുള്ള ധനവാൻ്റെ ഒരു ഏറ്റുപറച്ചിലാണ് നമുക്ക് കേൾക്കുവാനും കാണുവാനും കഴിയുന്നത്. ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നതും ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. ദൈവശബ്ദമായി നമ്മോട് സംസാരിക്കുന്നത് ചിലപ്പോൾ വളരെ ക്ഷീണിതരായ, നിറമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത ഒരാളായെന്നും വരാം. ദൈവം ആരെയാണ് നമ്മോടുള്ള അരുളപ്പാടുമായി നമ്മുടെ അരികിൽ അയക്കുന്നതെന്ന് നമുക്കറിയില്ല. ആര് നമ്മുടെ അരികത്തേക്ക് കടന്നു വന്ന് നമ്മോട് സംസാരിക്കുമ്പോഴും അവരുടെ ജാതിയും അവരുടെ മതവും അവരുടെ വിദ്യാഭ്യാസവും അവരുടെ സാമ്പത്തിക പശ്ചാത്തലവും അവരുടെ ജോലിയും ഒന്നും നോക്കുന്നവരായിട്ടല്ല. അവർ നമ്മോട് പറഞ്ഞ വാക്കിൻ്റെ ഗൗരവം എന്താണ് എന്ന് ശ്രദ്ധിപ്പാനും നമുക്ക് അത് ദൈവശബ്ദമായി അയക്കപ്പെട്ടതെങ്കിൽ അതിനെ നമ്മൾ മനസ്സോടെ ഏറ്റെടുക്കുവാനും സ്വീകരിക്കുവാനും മനസ്സ് വയ്ക്കുന്നുവെങ്കിൽ അത് നമുക്ക് നന്മയും അനുഗ്രഹവുമായി തീരുമെന്നുള്ള
ആഴമായി ഓർമ്മപ്പെടുത്തലാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവശബ്ദം കേൾക്കാത്തവരായി നമ്മുടെ ജീവിതത്തിനകത്ത് ധനവാനെപ്പോലെ ഒരു യാതനാസ്ഥലത്ത് എത്തിപ്പെടുന്നവരായിട്ടല്ല, ദൈവശബ്ദം കേട്ട് അതിനനുസൃതമായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ ദൈവാനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവരെ തീരേണ്ടതിന് ദൈവശബ്ദത്തിന് കാതോർക്കാം, ദൈവശബ്ദത്തിന് നമ്മെ സമർപ്പിക്കാം. അതിനെൻ്റെ കേൾവിക്കാരെ ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, അങ്ങയുടെ ശബ്ദം ഞങ്ങൾക്ക് മനസ്സിലാക്കി ആ ശബ്ദത്തെ ഞങ്ങൾക്ക് അനുസരിക്കുവാൻ, അംഗീകരിക്കുവാൻ, അതിനനുസൃതമായി ഞങ്ങളുടെ ജീവിതത്തെ പണിതെടുത്ത് ഞങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളെ അതിനെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.